സോ ഗൈസ് വെൽക്കം ബാക്ക് ടു another വീഡിയോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈ കനേഡിയൻസ് ഹേറ്റ് ഇന്ത്യൻ എമിഗ്രൻസ് ഓർ സൗത്ത് ഏഷ്യൻ പീപ്പിൾ. സോ ഇതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ് എമിഗ്രേഷൻ ആണ്, അല്ലെങ്കിൽ കനേഡിയൻസിൻ്റെ ആറ്റിറ്റ്യൂഡ്, അങ്ങനെ ഒരുപാട് കൺക്ലൂഷൻസ് പലരും പറയുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണെന്ന് ഞാൻ എൻ്റെ ഒരു ഫൈൻഡിങ്സിൽ നിന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാം. സോ ഈ വീഡിയോ ഇമ്പോർട്ടൻ്റ് ആണ് വളരെയധികം. സോ നിങ്ങൾക്കത് ഒരു വാല്യൂ ഉള്ളൊരു വീഡിയോ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളത് മാക്സിമം ഷെയർ ചെയ്യുക. ബിക്കോസ് ബൈ ദീസ് വേസ് വി ക്യാൻ ലൈക്ക് ഒരു ഹേറ്റ് ക്യാമ്പയിൻ ഇന്ത്യൻസിൻ്റെ അഗൻസ്റ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ഒക്കെ നമുക്ക് കുറച്ചൊക്കെ കുറയ്ക്കാൻ പറ്റും. സോ പ്ലീസ് ഡു ഷെയർ ദിസ് ഇഫ് യു ലൈക്ക് ദിസ്. അപ്പോൾ ഇതിനെപ്പറ്റി നമ്മൾ കൂടുതൽ സംസാരിക്കുകയാണെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രീ കോവിഡ് ടൈമും പോസ്റ്റ് കോവിഡ് ടൈമിലും രണ്ടിലും കനേഡിയൻസ് ഇന്ത്യൻസിനോടുള്ള ഒരു അപ്രോച്ച് ടോട്ടലി വ്യത്യാസം വന്നിട്ടുണ്ട്. പ്രീ കോവിഡ് ടൈമിൽ ഇവർ കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയിരുന്നു, അതുപോലെ തന്നെ ഇവർ നല്ല വെൽക്കമിങ് ആയിരുന്നു എമിഗ്രൻസിനെ. പക്ഷേ ഈ കോവിഡ് വന്ന സമയത്ത് ലോക്ക്ഡൗൺ വന്നു. ലോക്ക്ഡൗണിന് ശേഷം മാസ് ഇമിഗ്രേഷൻ ഉണ്ടായി. അതിനുശേഷമാണ് ഈ കാര്യങ്ങളെല്ലാം മാറി മറിയുന്നത്. സോ എന്തുകൊണ്ട് മാസ് ഇമിഗ്രേഷൻ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോവിഡ് നടക്കുന്ന സമയത്ത് കൺട്രി ലോക്ക്ഡൗണിൽ പോയപ്പോഴത്തേക്കും ഇവിടുത്തെ എക്കോണമിയിൽ വർക്ക് ചെയ്യാൻ ലേബർ ഷോർട്ടേജ് ഉണ്ടായി. അതുപോലെ തന്നെ എക്കണോമി കുറേ കമ്പനീസ് എല്ലാം പ്രൊഡക്ഷൻ ഇല്ലാതെ നിന്നപ്പോഴത്തേക്ക് എക്കണോമി റൺ ചെയ്യാൻ വേണ്ടിയിട്ട് കനേഡിയൻസിന് അല്ലെങ്കിൽ കനേഡിയൻ ഗവൺമെൻറ്റിന് ഫണ്ടിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. സോ അവർ എന്ത് ചെയ്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ വെൽക്കം ചെയ്യാൻ തുടങ്ങി. അതിന് ഉള്ളൊരു പ്രൂഫാണ് ആ സമയത്ത് ഇവിടെ പഠിച്ചുകൊണ്ടിരുന്ന ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് പാർട്ട് ടൈം വർക്കിംഗ് അവേഴ്സ് 20 hours ലിമിറ്റ് ചെയ്യുന്ന അത് 40 hours ആക്കി. അപ്പം അവർ അന്ന് പറഞ്ഞിരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ദേ ആർ അവർ അസെറ്റ്സ്, സോ വി ഹാവ് ടു അപ്രീഷിയേറ്റ് ദം എന്നുള്ള രീതിയിൽ. പിന്നെ ഇവിടെ ഓൾറെഡി ജോബ് ഷോർട്ടേജ് ഉണ്ട്, അപ്പോൾ ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ഇവിടെ വരുന്നവർക്ക് ഈ ജോലി ചെയ്യാനൊരു അവസരം കൊടുക്കുന്നത് ശരിയായിരിക്കും എന്നൊക്കെയുള്ള പോയിന്റ് ഓഫ് വ്യൂവിൽ അവർ ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസേണിൽ അവർ പാർട്ട് ടൈം വർക്കിംഗ് അവേഴ്സിൻ്റെ ലിമിറ്റ് കൂട്ടി. അതുപോലെ തന്നെ സ്റ്റുഡൻ്റായിട്ട് വരുന്നവർക്ക് സ്റ്റുഡൻറ്റ് വിസ ചെയ്യുന്ന പെർമനൻറ്റ് റെസിഡൻസിനകത്തോട്ട് കൺവേർട്ട് ചെയ്യാൻ വേരിയസ് ഓപ്ഷൻസ് അവർ പ്രൊവൈഡ് ചെയ്തു. ലൈക്ക് TR to PR എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം കൊണ്ടുവന്നു. പിന്നെ ഫ്രഞ്ച് പ്രൊവിഷൻസിക്ക് ഉള്ളവർക്ക് വേറൊരു പ്രോഗ്രാം കൊണ്ടുവന്നു. ഓൾസോ പിന്നെ ഈച്ച് പ്രൊവിൻസ് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രൊവിൻസസിൽ പഠിക്കാൻ വരുന്ന ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ അവിടെ തന്നെ PR കിട്ടുന്ന രീതിയിൽ പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാംസ് അവർ സെറ്റ് ചെയ്തു. സോ ഇതൊക്കെ വന്നപ്പോഴത്തേക്കും എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാനഡയിൽ വന്ന് പെർമനൻറ്റ് റെസിഡൻസ് എടുക്കാൻ ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷൻ ഒരു ബെസ്റ്റ് ഓപ്ഷനായി. അപ്പം കാനഡ അതുവരെ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഹൈലി സ്കിൽഡ് സ്റ്റുഡൻസിനെയാണ് അതുവരെ അവർ ഹയർ ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്ത് ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ PR-ൻ്റെയും കൂടി ഒരു പ്രൊമോഷനൊക്കെ വന്നപ്പോഴത്തേക്കും സ്റ്റുഡൻസിന് അഡ്വാൻറ്റേജ് വന്നപ്പം എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏജൻസിക്കാർ മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാനഡ ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റായിട്ട് പോയി കഴിഞ്ഞാൽ PR കിട്ടും, വേ ഈസിയറാണ് PR, 40 hours ജോലി ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ മാക്സിമം പൈസ ഏൺ ചെയ്യാൻ പറ്റും, ലിവിങ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റും, പോയിട്ട് സെക്കൻഡ് ഇയറിലെ ഫീസ് ഇവിടുന്ന് തന്നെ അടയ്ക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മാർക്കറ്റൈസിങ് ചെയ്തു. അപ്പോൾ ഈ മാർക്കറ്റൈസിങ് ചെയ്തു. അപ്പോൾ ഓൾറെഡി കാനഡയ്ക്ക് എമിഗ്രൻസിനെ ആവശ്യമുള്ള സിറ്റുവേഷൻ കൂടിയാണ്. സോ ഈ മാർക്കറ്റൈസ് ചെയ്തപ്പോഴത്തേക്ക് ഇഷ്ടംപോലെ പേര് അട്രാക്റ്റഡ് ആയി കാനഡയിലോട്ട്. അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ലൂപ്പ് ഹോളായിരുന്നു, സ്റ്റുഡൻറ്റ് വിസയിലൊരു ലൂപ്പ് ഹോളായി മാറി. അപ്പോൾ ഈ ലൂപ്പ് ഹോളിൽ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏജൻസിക്കാർ തന്നെ അല്ലെങ്കിൽ പൈസ ഉള്ളവർ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയ ചെറിയ ബേസ്മെൻറ്റ്സ് അല്ലെങ്കിൽ ചെറിയ നമ്മുടെ നാട്ടിൽ ഓഡിറ്റോറിയം പോലുള്ള സെറ്റപ്പൊക്കെ എടുത്തിട്ട്, ട്യൂട്ടോറിയൽ കോളേജ് ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ, ആ ഒരു രീതിയിൽ ചെറിയ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിലുള്ള കോളേജസ് രജിസ്റ്റർ ചെയ്ത് ഓപ്പൺ ചെയ്തു. സോ ഇവരെന്തോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വലിയൊരു കോളേജിൻ്റെ പാർട്ട്ണർഷിപ്പിലായിരിക്കും ഇവർ ഈ പ്രൈവറ്റ് കോളേജ്, എന്നിട്ട് വലിയ കോളേജിൻ്റെ മോഡൽ വെച്ചിട്ട് ഇവർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഇവർ ബിസിനസ് പ്രൊമോട്ട് ചെയ്യും. സോ ഈ വലിയ കോളേജിൻ്റെ ഡിസൈൻസും അല്ലെങ്കിൽ ലേ ഔട്ടും കണ്ടിട്ട് ഇഷ്ടംപോലെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് അട്രാക്റ്റഡ് ആയി അവരിവിടെ പഠിക്കാൻ വേണ്ടി വരും. അങ്ങനെ പഠിക്കാനായിട്ട് 2022-ലും 2023-ലും കൂടി ഇഷ്ടം പോലെ ആളുകൾ വന്നു. സോ അത്രയും ആളുകൾ ഒരു ഹ്യൂജ് ആയിട്ട് ഇൻഫ്ലക്സ് ആയിട്ട് വരുമ്പോൾ അതിനും വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഗവൺമെൻറ്റിന് അറ്റ് ദ സെയിം ടൈം ഇവിടെ ബിൽഡ് ചെയ്യാൻ പറ്റിയില്ല. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. അപ്പം നിങ്ങൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചോദിക്കാൻ പറ്റും,
അങ്ങനെ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനും ഗവൺമെൻറ് ഇത്രയും പേരെ എടുത്തു? അത് റൈറ്റ് ചോദ്യമാണ്, പക്ഷേ അതിനൊരു ഉത്തരം എൻ്റെ കയ്യിലില്ല. സോ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാക്സിമം ആളുകൾക്ക് ഓഫർ ലെറ്റർ കൊടുത്തു. സോ ഗവൺമെൻറ് വിസ ഓഫീസേഴ്സ് അവർക്ക് വിസ കൊടുത്തു, ഇവർ വന്നു, ഇവരുടെ സ്പൗസ് വന്നു. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 8 ലക്ഷം പേര് ഗ്ലോബൽ ബിസിനസ് മാനേജ്മെൻറ്റ് ആൻഡ് സ്ട്രാറ്റജി ഗ്ലോബൽ ബിസിനസ് മാനേജ്മെൻറ്റ് 1 and 2 year പ്രോഗ്രാമാണ് അതൊക്കെ. ഈ 2 പ്രോഗ്രാംസിനായിട്ട് 8 ലക്ഷം പേര് കാനഡയിൽ വന്നു 2023 and 2022. അപ്പോൾ ഈ വന്നവരുടെ സ്പൗസസ് വരും. ഈ സ്പൗസസും ഇവിടെ വരുമ്പോഴത്തേക്ക് എല്ലാവരും കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഒരു 5 ലക്ഷം പേര് എന്തായാലും സ്പൗസസ് ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ ഈ കോഴ്സൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ജെന്യൂൻ ആയിട്ടുള്ള കോഴ്സ് ആണെന്ന് വെച്ചാൽ അല്ല. നാട്ടിലെ MBAക്ക് ഈക്വൽ ആയിട്ടുള്ള കോഴ്സാണെന്നാണ് ഇവിടെ പറയപ്പെടുന്നത്, പക്ഷേ അങ്ങനെയല്ല. എന്നിട്ട് എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു കോഴ്സിൽ ഇത്രയും ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കുക അപ്പോൾ എത്രമാത്രം ആളുകൾ അല്ലാത്ത മറ്റ് കോഴ്സുകളിലായിട്ട് ഇവിടെ സ്റ്റഡിക്ക് വന്നിട്ടുണ്ടെന്ന്. അത് നാട്ടിൽ നല്ല ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ പഠിക്കാൻ വന്നിട്ടുണ്ട്, +2 കഴിഞ്ഞവർ പഠിക്കാൻ വന്നിട്ടുണ്ട്, പിന്നെ ഡിഗ്രി മാസ്റ്റേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് ഫുള്ളി സെറ്റിൽ ആയിട്ടുള്ള ആളുകൾ വന്നിട്ടുണ്ട്. സോ അവരുടെ എല്ലാവരും ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ വരിക, PR എടുക്കുക, ഇവിടെ സെറ്റിലാകുക. സോ ഒരു ഹ്യൂജ് നമ്പർ ഈ ലൂപ്പ് ഹോൾ ഉപയോഗിച്ച് ഏജൻസിക്കാർ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് ഹ്യൂജ് നമ്പർ ഓഫ് പീപ്പിളിനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. സോ സ്റ്റഡി വിസയുടെ കേസ് അതാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് വിസിറ്റിംഗ് വിസയിൽ ഉണ്ടായിരുന്ന ഒരു ലൂപ്പ് ഹോൾ. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺട്രി ഷട്ട് ഡൗണിൽ പോകുന്ന സമയത്ത് ഒരുപാട് വിസിറ്റേഴ്സ് ഇവിടെ ഉണ്ട്. സോ ഫ്ലൈറ്റ്സ് ഇല്ല, അവർക്ക് തിരിച്ച് അവരുടെ ഓൺ നാട്ടിൽ പോകാൻ പറ്റത്തില്ല. സോ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് ഇവരുടെ വിസിറ്റിംഗ് വിസയിൽ ഇവർക്ക് ടെമ്പററി റെസിഡൻസ് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പം എന്താ അവർ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ടെമ്പററി റെസിഡൻസിനകത്തോട്ട് പോയിട്ട് ഈ ആളുകൾ ഇവിടെ കുറച്ച് ജോലിയൊക്കെ ചെയ്ത് അവരുടെ ലിവിങ് എക്സ്പെൻസ് ഒക്കെ മീറ്റ് ചെയ്ത് ബാക്ക് ടു എവറിത്തിങ് നോർമൽ ആകുമ്പോൾ ഇവർക്ക് തിരിച്ചു പോകാം എന്നുള്ളൊരു കണ്ടീഷനിലായിരുന്നു. സോ അപ്പം വിസിറ്റിംഗ് വിസയിൽ നിന്ന് വർക്ക് പെർമിറ്റിനകത്തോട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്തപ്പോഴത്തേക്ക് ഏജൻസിക്കാർ ഇതിനെ എടുത്ത് വെച്ച് മാർക്കറ്റൈസ് ചെയ്തു. വിസിറ്റിംഗ് വിസയിൽ കാനഡയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെമ്പററി റെസിഡൻസ് കിട്ടും, ടെമ്പററി റെസിഡൻസ് കിട്ടിയാൽ PR കിട്ടും, സോ എവറിത്തിങ് ഈസ് ഈസി എന്ന് തള്ളിയപ്പോഴത്തേക്കും ദുബായ്, മലേഷ്യ, സിംഗപ്പൂർ, സൗത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ സൗത്ത് ഏഷ്യൻസ്, അങ്ങനെ ഇന്ത്യ എന്നാണെങ്കിൽ തന്നെ ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്, കേരള, ഇവിടെയൊക്കെ ഉള്ള ഏജൻസിയിൽ നിന്നുള്ള ആളുകൾ 40,000 രൂപ മാത്രം മാക്സിമം ചിലവ് വരുന്ന വിസിറ്റിംഗ് വിസ 5, 10, 15, 20 ലക്ഷം രൂപയ്ക്ക് വിറ്റ ആളുകളെ ഇവിടെ കൊണ്ടുവന്നു. സോ ഇതിനിടയിൽ നാട്ടിലുള്ളവർ ഇവിടെ ഉള്ളവരോട് കാര്യങ്ങൾ അന്വേഷിക്കില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവർ രക്ഷപ്പെട്ടു പോയാലോ അതുകൊണ്ട് ഡ്രോബാക്സ് പറയുന്നതാണോ ഇവിടെ ഉള്ളവരെന്ന് വിചാരിച്ചിട്ട് ആരും പറയത്തില്ല. സോ എന്താണേലും അവരിങ്ങനെ വന്ന് ഇവിടെ വന്ന് ഇഷ്ടം പോലെ പേര് പെട്ടിട്ടുണ്ട്. റീസെൻ്റ്ലി തന്നെ ഒരു പാസ്റ്റർ കൺവിൻസ് ചെയ്ത് എഡ്യൂക്കേഷൻ വൈസ് ഇച്ചിരി ബാക്ക്ഗ്രൗണ്ട് കുറവുള്ള ഒരാളുകളാണ്. അപ്പോൾ അവരെ വിസിറ്റിംഗ് വിസയിലെടുത്ത് അവരിവിടെ കൊണ്ടുവന്ന് എന്നിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന് എല്ലാം സെറ്റിലാവുമെന്ന് പറഞ്ഞ് അവരെ നിന്നൊക്കെ പൈസ വാങ്ങി ഇവിടെ കൊണ്ടുവന്നിട്ട് പരിപാടി നടന്നില്ല. പിന്നെ അവസാനം ഫണ്ടൊക്കെ റൈസ് ചെയ്ത് ഇവരെ നാട്ടിൽ പറഞ്ഞു വിട്ടാണ്. കാര്യം അവർക്ക് ഇവിടെ നിൽക്കാൻ വേറെ ഓപ്ഷനില്ല. സോ അങ്ങനെയുള്ള ഒരുപാട് ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ന് വേണമെങ്കിൽ പറയാം, ഉഡായിപ്പ് സ്കീമുകൾ ഓരോ ഏജന്റുമാർ കൊണ്ടുവന്നിട്ട് ഇവരെ പറ്റിച്ച് ഇവിടെ കൊണ്ടുവന്നു. അപ്പം ഇങ്ങനെ വരുന്ന ആളുകളുടെ എണ്ണവും ചെറിയ നമ്പേഴ്സൊന്നുമല്ല, വളരെ ഹ്യൂജ് നമ്പറായിരുന്നു. സോ ഇവിടെ അങ്ങനെ വരുന്നവർക്ക് 2 ഓപ്ഷനിലേ ഇവിടെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഒന്നുകിൽ LMI പ്രിഫർ ചെയ്തിട്ട് വർക്ക് പെർമിറ്റിലോട്ട് മാറ്റിയിട്ട് ഇവിടെ ജോലി ചെയ്യാം. പക്ഷേ LMI പ്രിഫർ ചെയ്തിട്ട് വർക്ക് പെർമിറ്റിലോട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ അണ്ടർ ദ ടേബിളിൽ 60,000, 70,000, $1 ലക്ഷം വരെയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് അഫോർഡബിൾ അല്ലാത്തവരെന്ത് ചെയ്യും? അസൈലം സീക്കിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിലോട്ട് പോകും. സോ വിസിറ്റിൽ വന്നിട്ട് ഒരുപാട് പേർ അസൈലം സീക്ക് ചെയ്തു. ഈ സ്കാമുകളും ഓൺഗോയിങ് ആയി വന്നപ്പോഴത്തേക്ക് ഗവൺമെൻറ് ഇത് നോട്ടീസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ PR-ൻ്റെ പ്രോസസ്സ് സ്ട്രിക്റ്റ് ആക്കി. പണ്ട് സ്റ്റുഡൻസിൻ്റെ ഫേവറബിളായിട്ട് PR-ൻ്റെ അനൗൺസ്മെൻറ്റ്സ് നടത്തിയിരുന്ന ഗവൺമെൻറ് ഫൈനലി പറഞ്ഞു സ്റ്റുഡൻസിന് PR കൊടുക്കാമെന്ന് ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല. വരുന്ന എല്ലാ സ്റ്റുഡൻസിനും PR കൊടുക്കാമെന്ന് ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് ബൈ ദ എൻഡ് ഓഫ് ദി ഡേ മാർക്ക് മില്ലർ അനൗൺസ് ചെയ്തു. സോ ഇങ്ങനെ വന്നപ്പോഴത്തേക്കും വർക്ക് പെർമിറ്റ് തീരുന്ന ഒരു ഹ്യൂജ് നമ്പർ ഓഫ് ആളുകളുണ്ട്. ലൈക്ക് ഈ വർഷം വർക്ക് പെർമിറ്റ് തീരുന്ന 5 ലക്ഷം പേര്. അപ്പം അങ്ങനെയുള്ള ഒരു അൺസർട്ടൺ സിറ്റുവേഷൻ ആയപ്പോഴത്തേക്ക് കുറേ പേര് LMI ഓപ്റ്റ് ചെയ്യാൻ തുടങ്ങി. അണ്ടർ ദ ടേബിളിൽ ഇല്ലീഗലായിട്ട് പൈസ കൊടുത്ത് LMI വാങ്ങാൻ തുടങ്ങി. കുറേ പേര് അസൈലം സീക്ക് ചെയ്തു. അതൊക്കെ ഈയിടയ്ക്ക് ഭയങ്കര ന്യൂസ് ആയതാണ്. സോ ഇങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് പ്രിഫർ ചെയ്തു. കുറച്ച് പേരൊക്കെ തിരിച്ചുപോയി. കാര്യം ഇതിനെപ്പറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ കോൺസിക്വൻസസ് അറിയാവുന്നവർ തിരിച്ചുപോയി. ഈ അസൈലം സീക്ക് ചെയ്തത് മറ്റൊരു പ്രശ്നമായി.
അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അസൈലം സീക്ക് ചെയ്ത ആളുകൾ സീക്ക് ചെയ്യുമ്പം ഈ അസൈലം സീക്കിങ്ങിൻ്റെ പ്രോസസ്സിങ് എന്ന് പറഞ്ഞാൽ 3 to 4 years. അപ്പോൾ ഓരോ സീക്ക് ചെയ്യുന്ന വ്യക്തിക്കും $3,000 to $4,000 അറൗണ്ട് $4,000 ഗവൺമെൻറ് മന്ത്ലി എക്സ്പെൻസിന് കൊടുക്കും, ഫണ്ട് കൊടുക്കും. സോ ഗവൺമെൻറ്റിന് പിന്നെ അതൊരു വലിയൊരു ബാധ്യതയായി. ബിക്കോസ് എല്ലാവരും വന്ന് അസൈലം സീക്കാൻ തുടങ്ങി. വെസ്റ്റിൽ വന്നിട്ട് ഇവിടെ വന്നിട്ട് സെറ്റിൽ ആവാനുള്ളൊരു ഓപ്ഷനും കിട്ടാതെ വരുമ്പം ഇവിടെ വന്ന് അസൈലം സീക്കാൻ തുടങ്ങി. അസൈലം സീക്കാൻ ഒരു 4 വർഷത്തെ ഇങ്ങനെ അവർക്ക് ഈ പൈസ കിട്ടും, അവർക്ക് സുഖമായിട്ട് പോവാം. അത് കഴിഞ്ഞ് ഈ പ്രോസസ്സിൻ്റെ ഒരു എൻഡിൽ ഡിസിഷൻ വരുമ്പോൾ അതിനെ റീവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റെപ്പുണ്ട്. ആ സ്റ്റെപ്പ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പിന്നെയും റിജക്ഷൻ ആണെങ്കിൽ പിന്നെ നമുക്ക് ഡീപ്പോർട്ട് ഓപ്ഷൻ ആയിരിക്കും. പക്ഷേ ഈ ഡീപ്പോർട്ട് ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ പോലും ഗവൺമെൻറ് പ്രോപ്പറായിട്ട് ആളുകളെ ഡീപ്പോർട്ട് ചെയ്തില്ല. സോ ഇങ്ങനെല്ലാം ആളുകൾ വന്നപ്പോഴത്തേക്കും ഇതിന് വേണ്ടുന്ന ബേസിക് ഫെസിലിറ്റീസ് ഗവൺമെൻറ് ബിൽഡ് ചെയ്തില്ല. ഹൗസിംഗ് ക്രൈസിസ് ഉണ്ടായി. പിന്നെ ഹെൽത്ത് ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യാൻ പറ്റിയില്ല. കാര്യം ഹെൽത്ത് ഇൻഡസ്ട്രിയിലൊക്കെ നേരത്തെ ഒരു ഡോക്ടർ 10 പേരെ ചികിത്സിച്ചിരുന്ന സമയത്ത് ഇപ്പോൾ ഒരു ഡോക്ടർ 100 പേരെ ചികിത്സിക്കേണ്ട സിറ്റുവേഷനായി. അതിനും വേണ്ടി സ്ട്രെയിൻ ആയപ്പോഴത്തേക്ക് ആളുകൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള കനേഡിയൻസിന് പ്രോപ്പറായിട്ട് അപ്പോയിൻമെൻറ്റ്സ് കിട്ടുന്നില്ല. മേ ബി എമർജൻസിയിലൊക്കെ പോയിട്ട് തന്നെ 32 hours 40 hours ഒക്കെ വെയിറ്റ് ചെയ്യേണ്ട സിറ്റുവേഷനായി. ICU അല്ലെങ്കിൽ ഒരു കെയറും കിട്ടാതായി. അങ്ങനെ ആളുകൾ അങ്ങനെയും അടുത്തു തുടങ്ങി. പിന്നെ ഹൗസസിൻ്റെ ഡിമാൻഡ് കൂടിയപ്പോഴത്തേക്ക് ഹൗസസ് ആർക്കും അഫോർഡ് ചെയ്യാൻ പറ്റാതായി. സോ അതും കനേഡിയൻസിനെ സംബന്ധിച്ച് നോക്കുമ്പം അവരുടെ ലൈഫ് സ്റ്റൈലിന് താളം തെറ്റലുണ്ടാക്കി. ഇതും പോരാത്തതിന് ഈ വന്ന ഹ്യൂജ് നമ്പർ ഓഫ് ആളുകളിൽ കുറച്ച് പെർസെൻറ്റേജ് ആളുകൾ ഈ കൺട്രിയുടെ കൾച്ചർ അഡാപ്റ്റ് ചെയ്യാത്തവരാണ്. ഐ മീൻ ഇവിടെ എന്ന് പറഞ്ഞ ഒരു ഫ്രീഡം ഉണ്ട്. കാനഡയിൽ ഉള്ളൊരു ഞാൻ നോക്കിയപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ഫ്രീഡം എല്ലാ കാര്യത്തിലുണ്ട്. പക്ഷേ നമ്മുടെ ആ ഫ്രീഡം നമ്മൾ മിസ്യൂസ് ചെയ്തിട്ട് വേറൊരാൾക്ക് ബാധ്യത ഉണ്ടാക്കരുത്. പക്ഷേ ഒരു ചെറിയ ശതമാനം ആളുകൾ ഇത് അഡാപ്റ്റ് ചെയ്യില്ല. അവരിവിടെ വന്നിട്ട് ഞാൻ എൻ്റെ സൗകര്യത്തിനെ ജീവിക്കൂ, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവർ ചെയ്യും എന്നും പറഞ്ഞ് ബിഹേവ് ചെയ്യാൻ തുടങ്ങി. സോ അങ്ങനെ വന്നപ്പോഴത്തേക്ക് സോഷ്യൽ മെനസുകളാവാൻ തുടങ്ങി, പല പല പ്രശ്നങ്ങളുണ്ടാകാൻ തുടങ്ങി. ഇതെല്ലാം കനേഡിയൻസിൻ്റെ ഒരു ഹെയ്റ്റ് ക്രിയേറ്റഡ് ആകാൻ റീസണായി. സോ അതിനകത്ത് വേറൊരു കാര്യവും ഉണ്ട്. 5% അല്ലെങ്കിൽ 100-ൽ ഒരാൾ ചെയ്തൊരു കാര്യത്തിന് കനേഡിയൻസ് തിരിച്ച് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കനേഡിയൻസ് മാത്രമല്ല, ഏർലി എമിഗ്രൻസ് ലൈക്ക് ഒരു 10 years ബാക്ക് ഇവിടെ വന്ന് സെറ്റിലായിട്ടുള്ള ഇന്ത്യൻസ് അല്ലെങ്കിൽ PR എടുത്ത് സിറ്റിസണായി വെൽ സെറ്റിൽ ആയിട്ടുള്ള ആളുകൾ എല്ലാം മിസ്അണ്ടർസ്റ്റുഡ് ചെയ്യുന്നൊരു കാര്യം, അല്ലെങ്കിൽ അവർ ജനറലൈസ് ചെയ്ത് പറയുന്നൊരു കാര്യം, ന്യൂ എമിഗ്രൻസ് എല്ലാം പ്രശ്നമാണ്. ന്യൂ എമിഗ്രൻസിൽ 100-ൽ ഒരാൾ ചെയ്യുന്ന തെറ്റിന് ഇവർ 100 പേരെയും ഒരേപോലെയാണ് ഇവർ കാണുന്നത്, അല്ലെങ്കിൽ ഒരേപോലെ കുറ്റം പറയും. അത് കൊണ്ട് ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ പോലെ ഇന്ത്യൻസിന് അഗൻസ്റ്റ് ആയിട്ട് ഹെയ്റ്റ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. അത് ബൈ ദ എൻഡ് ഓഫ് ദ ഡേ കനേഡിയൻസിന് ഇന്ത്യൻസിനോടുള്ള ആറ്റിറ്റ്യൂഡ് ടോട്ടലി മാറ്റി. സോ ലിറ്ററലി റൈറ്റ് നൗ എന്ന് പറഞ്ഞാൽ റേസിസം എന്ന് വേണമെങ്കിൽ പറയാം. നല്ല രീതിയിൽ ഇവിടെ ബ്രൗൺസിന് അഗൻസ്റ്റ് ആയിട്ട് റേസിസം ഉണ്ട്. ഇപ്പം കനേഡിയൻസ് പറയുന്നത് ഇത്രയും ഇന്ത്യൻ ആളുകൾ വന്നിട്ടാണ് ഇവരുടെ ജോലി നഷ്ടപ്പെട്ടത്, ഇവർക്ക് ഇവിടെ അൺഅഫോർഡബിൾ ആയത്, ഇവിടുത്തെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഇന്ത്യൻസ് ആണെന്ന് പറയുന്നത്. പക്ഷേ അൾട്ടിമേറ്റ്ലി ഇതിൻ്റെ റൂട്ട് കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമിഗ്രേഷൻ സിസ്റ്റത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ലൂപ്പ് ഹോൾസ്. സോ അതിൽ ലൂപ്പ് ഹോൾസ് ആണ് ഏജൻസിക്കാർ മിസ്യൂസ് ചെയ്ത് ഇത്രയും ആളുകളെ ഇവിടെ കൊണ്ടുവന്നതും ഇത്രയും പ്രശ്നങ്ങൾക്ക് മെയിൻ കോസ് ആവാൻ കാരണമായത്. സോ ഈ ലൂപ്പ് ഹോൾസിനെ പറ്റി പറയുമ്പം, എമിഗ്രേഷൻ സിസ്റ്റത്തിലുള്ള ലൂപ്പ് ഹോൾസിനെ പറ്റി പറയുമ്പോൾ ഇവിടുത്തെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് എപ്പോഴും ഹ്യൂമാനിറ്റേറിയൻ കൺസേണിലായിരിക്കും കാര്യങ്ങളെല്ലാം ഡിസൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ ആ രീതിയിലാണ് സ്ട്രക്ചർ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ കള്ളത്തരം ആരും കാണിക്കൂല എന്നാണ് ഇവിടുത്തെ ഒരു രീതി. പക്ഷേ അതുകൊണ്ട് തന്നെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ എല്ലാവരും ജെന്യുവൻ ആയിരിക്കും എന്നുള്ള രീതിയിലാണ് ഇവർ കാര്യങ്ങൾ ചെയ്തു വെച്ചേക്കുന്നത്. പക്ഷെ അത് വന്ന എമിഗ്രൻസ് അല്ലെങ്കിൽ അവരെ കൊണ്ടുവന്ന ഏജൻസിക്കാർ അങ്ങനെയല്ല ബിഹേവ് ചെയ്തത്. അവർ ഇതിൻ്റെ ഈ ലൂപ്പ് ഹോൾസ് മാക്സിമം മിസ്യൂസ് ചെയ്ത് അതിനെ ഇങ്ങനെയൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റും അതെല്ലാം എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടാണ് അവർ കാര്യങ്ങൾ ചെയ്തത്. അതാണ് ഇവിടെ പണി പാളിപ്പോയത്. അപ്പം ഈ ലൂപ്പ് ഹോൾസ് അവർ മിസ്യൂസ് ചെയ്തു, അവർ പൈസ ഉണ്ടാക്കി, ചീത്തപ്പേര് മൊത്തം വന്നവർക്കായി. എങ്കിലും വന്നവരെ എല്ലാവരും ഇവിടെ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. എല്ലാവരും ഒരു സ്വപ്നമായിട്ട് അല്ലെങ്കിൽ എല്ലാവരും സർവൈവ് ചെയ്യാൻ വേണ്ടി വന്നവരാണ്. 10 വർഷം മുന്നേ വന്നൊരു ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ ഒരു മലയാളി എന്ത് സ്വപ്നം കണ്ടു വന്നോ അത് തന്നെയാണ് ഞാനും അല്ലെങ്കിൽ എനിക്ക് ശേഷം വന്നവരും കണ്ടിട്ട് വന്നേക്കുന്നത്. രക്ഷപ്പെടുക എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂലാണ് എല്ലാവരും ഇവിടെ വരുന്നത്. സോ എനിവേ
ഇവിടെ വന്നിട്ടുള്ള ഒരു ചെറിയ ശതമാനം പേര് ശരിയായിട്ടല്ല ബിഹേവ് ചെയ്യുന്നത്, അത് ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു. പക്ഷേ അതിൻ്റെ പേരിൽ എല്ലാവരും ഇപ്പം ജനറലൈസ് ചെയ്ത് കാണുന്നത്. ഈ സോഷ്യൽ മീഡിയയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഒരു ഫ്രീഡം ഉണ്ട്, ആർക്കും എന്തും പറയാം. സോ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കനേഡിയൻസിൻ്റെ സൈഡിലും ഒരു 100% പേര് റേസിസ്റ്റുകളായിരിക്കും. അവർ ഇങ്ങനെയുള്ള ഇന്ത്യൻസിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന മിസ്റ്റേക്സ് ഹൈലൈറ്റ് ചെയ്ത് ഇപ്പോൾ അതൊരു വലിയൊരു ഇഷ്യൂ ആക്കി, അല്ലെങ്കിൽ അതൊരു കമ്മ്യൂണിറ്റിക്ക് അഗൻസ്റ്റ് ആയിട്ടുള്ള ഒരു വെപ്പണായിട്ട് അവർ യൂസ് ചെയ്ത് സോഷ്യൽ മീഡിയ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ റെസ്റ്റ് ഓഫ് ദി 98 ആളുകൾ റേസിസ്റ്റ് അല്ലെങ്കിലും അവർക്ക് ഇത് കാണുമ്പം ഇന്ത്യൻസിനോടൊരു ബുദ്ധിമുട്ട് തോന്നും. എമിഗ്രേഷനിൽ ലൂപ്പ് ഹോൾസ് കാരണം ഏജൻസിക്കാർ എക്സ്പ്ലോയിറ്റ് ചെയ്തതിൻ്റെ ബേസിസിലാണ് ഹ്യൂജ് നമ്പർ ഓഫ് അല്ലെങ്കിൽ മാസ് ഇമിഗ്രേഷൻ നടന്നത്. ഈ മാസ് ഇമിഗ്രേഷൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടുണ്ടായ കാര്യങ്ങൾ കൊണ്ടാണ് കനേഡിയൻസ് റൈറ്റ് നൗ ഇന്ത്യക്കാരെ നല്ലതുപോലെ വെറുക്കുന്നത്. സോ ഇതിനകത്ത് എനിക്ക് ഈ വീഡിയോ കാണുന്നവരോട് എനിക്ക് ഷെയർ ചെയ്യാനുള്ളൊരു കാര്യം, ഇൻ ഷോർട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ചെയ്യുന്ന തെറ്റിന് ഒരു ഹോൾ കമ്മ്യൂണിറ്റിനെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല. ഈ മാസ് എമിഗ്രേഷൻ നടന്നതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഉണ്ടായ കാരണങ്ങളാലാണ് കനേഡിയൻസ് റൈറ്റ് നൗ ഇന്ത്യൻസിനെ വെറുക്കുന്നത്. പക്ഷേ അവർ മനസ്സിലാക്കുന്നില്ല എല്ലാ ഇന്ത്യക്കാരും മോശക്കാരല്ല, അല്ലെങ്കിൽ എല്ലാവരും ഇവിടെ വന്നിട്ട് ഈ രാജ്യം നശിപ്പിക്കാനോ അല്ലെങ്കിൽ ഈ രാജ്യത്തിന് ദോഷം ചെയ്യാനോ ഇരിക്കുന്നവരല്ല. അവരാരും ഇതിനെപ്പറ്റി കൺസേൺഡ് അല്ല. അവർ ചിന്തിക്കുന്നത് പറഞ്ഞാൽ എല്ലാ ഇന്ത്യക്കാരും മോശമാണെന്നുള്ള രീതിയാണ്. സോ ആ കാഴ്ചപ്പാട് അവർക്ക് മാറ്റണമെങ്കിൽ നമ്മളെല്ലാവരും നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുക. അതുപോലെ തന്നെ ഹേറ്റ് ക്യാമ്പയിൻ ഉണ്ട് എന്നുള്ള കാര്യം റിയലൈസ് ചെയ്തിട്ട് സോഷ്യലി ബിഹേവ് ചെയ്യുക. ബിക്കോസ് ഒരാൾ എന്ത് ചെയ്യുന്നു എന്ന് കാണാൻ വേണ്ടി ഇരിക്കുവാണ്, അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ വേണ്ടി ഇരിക്കുവാണ് ഒരു ഗ്രൂപ്പ് ഓഫ് റേസിസ്റ്റുകൾ. അവരത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് എങ്ങനെയൊക്കെ സ്പ്രെഡാക്കാൻ പറ്റുമോ അങ്ങനെയെല്ലാം സ്പ്രെഡാക്കി നാണം കെടുത്തലാണ് മെയിൻ പരിപാടി. പിന്നെ കനേഡിയൻസിലും മോശം ആളുകളുണ്ട്, ഇന്ത്യൻസിലും മോശം ആളുകളുണ്ട്. സോ ജനറലൈസ് ചെയ്തൊരു ഹോൾ നേഷനെ അല്ലെങ്കിൽ ഒരു ഹോൾ കമ്മ്യൂണിറ്റീന് നമ്മൾ മോശക്കാരെന്ന് പറയുന്നത് ഒരു തീരെ തെറ്റായൊരു കാര്യമാണ്. അത് ആർക്കും അക്സെപ്റ്റബിളും അല്ല. കാര്യം തെറ്റ് ചെയ്യാത്തവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ ഇതിനോടൊപ്പം എനിക്ക് ആഡ് ചെയ്ത് പറയാനുള്ളൊരു കാര്യം, ഈ വന്ന ലൈക്ക് റൈറ്റ് നൗ ഇവിടെ ഒരു 3 മില്യൺ ടെമ്പററി റെസിഡൻസ് ഉണ്ട്. അതിൽ കുറേ പേരുടെ വർക്ക് പെർമിറ്റൊക്കെ എക്സ്പയർ ആവും, കുറച്ച് പേരൊക്കെ തിരിച്ചു പോകും, കുറേ പേരൊക്കെ ഇവിടെ ഇല്ലെങ്കിൽ ഇമിഗ്രൻസ് ആയിട്ട് നിൽക്കും. സോ ഡീപ്പോർട്ടേഷനും അല്ലെങ്കിൽ അങ്ങനെയുള്ള പരിപാടിയൊക്കെ ആയിരിക്കും ഇൻ ഫ്യൂച്ചർ. അതൊക്കെ എത്രമാത്രം എങ്ങനെ ആകുമെന്നൊന്നും പ്രഡിക്റ്റബിൾ അല്ല. സോ ഇവിടുത്തെ റൈറ്റ് നൗ അല്ലെങ്കിൽ ഇൻ ഫ്യൂച്ചർ അപ്കമിങ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് അൺപീസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടത്തേക്ക് ഉടനെ പഠിക്കാൻ വരാനോ അല്ലെങ്കിൽ ഈ കൺട്രി ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാൻ പോകുന്ന ആളുകൾക്ക് വേണ്ടി ഞാൻ പറയുവാണ്, നിങ്ങളൊന്നും കൂടി നല്ല രീതിയിൽ റിസർച്ച് ചെയ്തിട്ട് വേണം നിങ്ങൾ ഡിസിഷൻ എടുക്കാൻ. കാര്യം ഇവിടെ വന്നിട്ട് ഡിസിഷൻ തെറ്റിപ്പോയി പിന്നെ തിരിച്ചു പോകാൻ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാവുന്നതിനേക്കാളും നല്ലതാണ് കാര്യങ്ങൾ നേരത്തെ അറിഞ്ഞ്. ഇഷ്ടംപോലെ യൂട്യൂബേഴ്സ് ഉണ്ട്, അവരുടെ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇവിടുത്തെ കാര്യങ്ങൾ കുറച്ചുകൂടി മുന്നേ കൂട്ടി അറിയാൻ പറ്റും. ഇവിടുത്തെ അവസ്ഥകളൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്നതായിരിക്കും. കാര്യം ഞാൻ ഡിസൈഡ് ചെയ്യുക എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇവിടുത്തെ ലേബർ മാർക്കറ്റിന് നിങ്ങളുടെ ഫീൽഡ് ഓഫ് സ്റ്റഡി ഹെൽപ്ഫുൾ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങളിവിടെ വരണം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു നേഴ്സ് ഇവിടെ വന്ന് 6 എക്സാം പാസ്സായി കഴിഞ്ഞാൽ സ്റ്റിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫ്യൂച്ചറുണ്ട്. ബട്ട് എന്തെങ്കിലും ഒരു കോഴ്സ് പഠിച്ച് ഇവിടെ വന്ന് സെറ്റിലാവാൻ വേണ്ടി ഇരിക്കുന്ന ആളുകൾ കാണും. ലൈക്ക് ഒരു 10 വർഷം മുന്നേ നിങ്ങളുടെ ഒരു അയൽക്കാരനോ നിങ്ങളെ അറിയാവുന്ന ഒരാൾ ഇവിടെ വന്ന് സെറ്റിലായി എന്തെങ്കിലും ഒരു കോഴ്സ് പഠിച്ചു. അതുപോലെ ഇനി വരാനിരിക്കുന്നവർ കാണും. അവരോട് എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് ഇങ്ങോട്ട് വരരുത്. ഇവിടെ വന്ന് സർവൈവ് ചെയ്യാൻ പറ്റില്ല. സർവൈവൽ ജോലി പോലും കിട്ടാത്തൊരവസ്ഥയാണ്. നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയായിരിക്കും. കാര്യം ഒരു ഹ്യൂജ് എമൗണ്ട് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യണം. ആ ഇൻവെസ്റ്റ് ചെയ്ത പൈസ ഇവിടെ നിന്ന് നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ല. കാര്യം ഇവിടെ അങ്ങനെ ലിവിങ് എക്സ്പെൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ പൈസ തിരിച്ചു പിടിക്കാൻ പറ്റത്തുമില്ല. നമുക്ക് PR കിട്ടാനും ഭയങ്കര പാടാണ്. സ്റ്റുഡൻസിന് PR കിട്ടുക എന്നുള്ളൊരു ഓപ്ഷൻ ഇനി ഇല്ല എൻ്റെ ഒരു കാൽക്കുലേഷനിൽ. ഇവിടെ വന്നിട്ട് നമുക്ക് ഇവിടുത്തെ ലേബർ മാർക്കറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ജോലി ചെയ്ത് കഴിഞ്ഞാലും ഇനി PGWP കിട്ടാത്തൊരു സിറ്റുവേഷൻ. അപ്പം നമുക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് 3 ഇയർ സ്റ്റേ ബാക്ക് ഇനി ഏതൊക്കെ കോഴ്സസിനാണെന്നുള്ള കാര്യം വളരെ അൺസർട്ടനാണ്. സ്പൗസ് വിസയുടെ റൂൾസ് ഒരുപാട് മാറിയിട്ടുണ്ട്. മാസ്റ്റേഴ്സ് പഠിക്കുന്നവർക്ക് അല്ലെങ്കിൽ PhD പഠിക്കുന്നവർക്കൊക്കെ ഉള്ളൂ. സോ ഇവിടെ ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് വന്ന് സർവൈവ് ചെയ്യാമെന്ന് ചിന്തിക്കുന്നവർ ദയവ് ഇത് ഇങ്ങോട്ട് വരരുത്. നിങ്ങൾ നല്ല രീതിയിൽ റിസർച്ച് ചെയ്യുക. നിങ്ങളുടെ ഫീൽഡ് ഓഫ് സ്റ്റഡിക്ക് പറ്റുന്നൊരു നേഷൻ ആണെങ്കിൽ മാത്രം വരിക.
സോ ഞാനപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ്, ഞാൻ പ്ലാൻ ചെയ്തതുപോലെയല്ല, ഞാൻ ഓർക്കുന്നതിനനുസരിച്ച് കാര്യങ്ങൾ പറഞ്ഞു പോയി. എനിവേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. ബിക്കോസ് നമ്മൾ ഈ കാര്യങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇന്ത്യൻസിനോട് അഗൻസ്റ്റ് ആയിട്ടുള്ള ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ കുറച്ചെങ്കിലും നമുക്ക് ഇത്തിരിയെങ്കിലും അറിവും വിവരമുള്ളവർ ഈ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. സോ അവർ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രാസ് റൂട്ടിലെ ഉള്ള പ്രശ്നം എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എമിഗ്രേഷനിലെ ലൂപ്പ് ഹോൾസ് കാരണമാണ് ഇത്രയും പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ ഇത് അവർക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുമ്പം അവർക്ക് കുറച്ചെങ്കിലുമൊക്കെ ഈ ന്യൂലി അറൈവ്ഡ് ആയിട്ടുള്ള എമിഗ്രൻസിനോടുള്ള ഒരു ഹെയ്റ്റ് കുറയാൻ സാധ്യതയുണ്ട്. സോ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. ദാറ്റ്സ് ഇറ്റ് ഫോർ നൗ. ഞാനപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ ഫോർ നൗ. ടേക്ക് കെയർ.